നമസ്കാരം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുകയല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ അറേബ്യൻ സ്നാക്കായ ഫലാഫിൽ എങ്ങനെയാണ് കേരളീയരായ നമ്മൾ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട നീർദോശയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും വരും ദിവസങ്ങളിൽ ഞാൻ ഇടുന്ന വീഡിയോകൾക്ക് നിങ്ങൾ ഇത്തരം സപ്പോർട്ടുകൾ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കാണും. അത് ഇനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാനിരുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി 1 ഗ്ലാസ് കടലയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. അതിന് സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. 4 മണിക്കൂറിന് ശേഷം നമ്മൾ എടുക്കുന്നു. സോക്ക് ചെയ്ത കടലയാണത്. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള, 3 പച്ചമുളക്, 10 അല്ലി വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, പിന്നെ നമ്മുടെ ആവശ്യത്തിന് തോനെ മല്ലിയില, അധികം മല്ലിയില എടുക്കണം. പിന്നെ ഒരു മുട്ട ഇത്രയും എടുക്കണം. നമ്മളിനി ഈ കടല അതിലേക്കിട്ട് പൊടിച്ചെടുക്കുക. വെള്ളം ചേർക്കുന്നില്ല. കുറേശ്ശെയായിട്ട് പൊടിച്ചെടുക്കുക. ആ മല്ലിയും ജീരകവും വെളുത്തുള്ളിയും പിന്നെ പപ്പാതീച്ച എടുത്താണ് നമ്മൾ 2 ട്രിപ്പായിട്ടാണ് അരയ്ക്കാൻ പോകുന്നത്. മല്ലിയിലയും ഇട്ട് കൊടുത്താണ് അരയ്ക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കും. അല്ല, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കും. അത് അരച്ചെടുത്തതിന് ശേഷം അടുത്ത ട്രിപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതും ഇതുപോലെ അരച്ചെടുത്ത് നമ്മൾ എടുത്തിട്ട് അതിലേക്ക് 4 ബ്രെഡ് നമ്മൾ സൈഡെല്ലാം കട്ട് ചെയ്തതിന് ശേഷം മിക്സിയിൽ ജാറിലിട്ട് പൊടിച്ചു കൊണ്ടുവരും. അത് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലപോലെ മിക്സ് ചെയ്യണം. അതുപോലെ ആ ഒരു മുട്ട എടുത്ത് നല്ലപോലെ ഒന്ന് പതപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പകുതിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക അതിലേക്ക്. അതിനുശേഷം നമ്മൾ ഇതൊരു 1.5 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെക്കുക. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിനകത്തേക്ക് വെക്കണം. അതിനുശേഷം എടുക്കുന്നത് നമ്മളെടുത്തു. ഇനി ഉരുട്ടി എടുക്കുക. അത് പല ഷേപ്പിൽ നമുക്ക് ഉരുട്ടാം. കട്ട്ലറ്റ് ഷേപ്പിൽ ഉരുട്ടാം, അല്ലാതെ ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഇതേ ഷേപ്പിൽ കട്ട്ലറ്റ് ഷേപ്പ് കിട്ടി നമുക്ക്. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്കതുപോലെ ഉരുട്ടിയെടുക്കാം. അതിനുശേഷം പാൻ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ബ്രൗൺ ഷെയ്ഡായി കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. ഇതേ രൂപത്തിൽ വേണം നമ്മൾ പൊരിച്ചെടുക്കാൻ. നല്ല ക്രിസ്പി ആയിരിക്കും. ഉള്ള് നല്ല സോഫ്റ്റും ആയിരിക്കും. അതേപോലെ ബാക്കി നമ്മൾ പൊരിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫലാഫിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.